മാണിക്യവീണാമുപലാളേന്തിയും മദാലസാം മഞ്ജുളവാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതികോമളാംഗീം മാതംഗകന്യാ സതതം സ്മരാമി. അമ്മയാണെന്നും നമുക്ക് ദൈവം. അമ്മയെ നമ്മൾ നമിച്ചിടണം. ആസ്ഥാന്താപതീയം പ്രസൂതിസമയേ നിർവാണശൂലവ്യഥ നൈരൂച്യം തനുശോഷണം മലമയീ ശയ്യാജസാം വത്സരി ഏകസ്യാപി നഗർഭഭാരഭരണക്ലേശസ്യക്ഷമോ ദാതും ദുഷ്കൃതിമുന്നതോപിതനയത്തസ്യൈ ജനന്യേ നമ. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ രുചി കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിയിടണ്ട മലമതിലൊരു കൊല്ലം കിടക്കും വിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിന് കൂലി പോലും തീർക്കാവല്ലത്ര യോഗ്യൻ മകനും അത് നിലയ്ക്കുള്ളൊരമ്മയെ തൊഴുന്നേൻ എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞപ്പോൾ ചില കാര്യങ്ങളിൽ രക്തബന്ധത്തിന് ശക്തി കൂടും. കാരണം അമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്ക് ചിലപ്പോൾ അമ്മയെ പിരിയാൻ പറ്റില്ല, ചിലപ്പോൾ തിരിച്ച് അമ്മയ്ക്ക് മക്കളെയും പിരിയാൻ പറ്റില്ല. അപ്പോൾ ജീവൻ വെടിയുമ്പോൾ പോലും ചിലപ്പോൾ ഒരുമിച്ച് പോകേണ്ടി വരുന്നു. അതാണ് മാതൃവാത്സ്യത്തിൻ്റെ പ്രത്യേകത. ഇനിയും മാതൃബഹുമാനത്തിൻ്റെ പ്രത്യേകത. ലോകത്ത് എത്ര ശാസ്ത്രം വന്നാലും മാതാവ് ഒന്നേ ഉള്ളൂ, അമ്മ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രായത്തിൽ മരിച്ചു വിധവയായി കഴിഞ്ഞു വിചാരിച്ച് വീണ്ടും കല്യാണം കഴിക്കണവരുണ്ടല്ലേ. അപ്പോൾ ആ രണ്ടാമത് കല്യാണം കഴിക്കണ ആദ്യം ഉണ്ടായിരുന്നു കുട്ടിയെ എന്ത് വിളിക്കും? സ്വന്തം അച്ഛനല്ലേ അച്ഛ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അച്ഛൻ പലതുണ്ടാവും, പക്ഷേ അമ്മ ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രതീകമായ അനുഗ്രഹത്തിൻ്റെ പ്രതീകമായ അമ്മയെ തിരിഞ്ഞു നോക്കാതെ ഒരു കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അമ്മയ്ക്ക് വേണ്ടതായ ഭക്ഷണം, അമ്മയ്ക്ക് വേണ്ടതായ മരുന്ന്, അമ്മയ്ക്ക് വേണ്ടതായ വസ്ത്രം, അമ്മയ്ക്ക് വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാത്ത ഒരു പുത്രനും ഒരു പൂജ കഴിച്ചുകൊണ്ടോ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടോ ഒരു കാര്യമില്ല. അപ്പോൾ എവിടെയാണോ അമ്മയും മകനും തമ്മിലുള്ള ദൃഢമായ ബന്ധം നിലനിൽക്കുന്നുണ്ട്, അവിടെ ഒരു നേരം പട്ടിണി കിടന്നാൽ പോലും അവിടെ മാനസിക ബുദ്ധികളുണ്ടാവില്ല എന്നർത്ഥം. വ്രതങ്ങൾ എന്തിനാ വെച്ചിരിക്കുന്നത്? വ്രതങ്ങൾ ലോകത്തെ മുഴുവനും വാരിക്കൂട്ടി തിന്നുന്നതായ ഒരു ഉള്ളിലെ മെഷീൻസിന് റെസ്റ്റ് കൊടുക്കാനാണ് വ്രതങ്ങൾ വയ്ക്കുന്നത്. നമ്മൾ മെഷീൻസാണ്. അപ്പോൾ ആ മെഷീൻസിന് കൊടുക്കുന്നതായ റെസ്റ്റ് എന്തു ചെയ്യണം? അത് മാസത്തിൽ ഒരിക്കലെങ്കിലും കൊടുക്കണം എന്നർത്ഥം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതായ മാസത്തിൽ ഒരു ദിവസം ആ മെഷീൻസ് ഒന്ന് ഫ്രീ ആവും, പിന്നീട് അത് ഫ്രഷ് ആവും. അതിനുവേണ്ടിയാണ് വ്രതങ്ങൾ. അപ്പോൾ വ്രതശുദ്ധിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലും ഒക്കെ പുതിയ തലമുറകളിൽ ഉണ്ടാകുന്നതായ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, അതുപോലെ മദ്യപാനം, ഇതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കാരണം വ്രതശുദ്ധിയോടുകൂടി ചെയ്യുന്നതായ സ്ഥലങ്ങളിൽ വളരെ വ്രതശുദ്ധിയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കണമെങ്കിലോ പങ്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിൽ നിന്ന് പങ്കെടുക്കണമെങ്കിൽ ഒന്നിൽ നിന്ന് പങ്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ മനസ്സ് എന്ന് ഒന്ന് ഇല്ലാത്തതായ ഒന്ന്, സൃഷ്ടിച്ചിരിക്കുന്നതായ ഒന്ന്, പിന്നെ ബോധമുള്ളൂ. ബോധസ്വരൂപമാണ് എല്ലാം. ഈശ്വരനും ഈശ്വരി. അത് ഏത് ശാസ്ത്രങ്ങൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഏത് പുരാണം പറഞ്ഞാലും ഏതൊന്ന് പറഞ്ഞാലും. ഇപ്പോൾ സഹോദരന്മാരായ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ 50 നോയമ്പാണ്. 50 ദിവസത്തോളം നോയമ്പെടുക്കുന്നതായ സമൂഹം. പിന്നെ മുസ്ലിം സഹോദരന്മാരാണെങ്കിലോ അവരുടെ റംസാൻ കാലഘട്ടത്തിലായ പ്രവർത്തനം. നമ്മളുടെ വളരെ അടുത്ത കൂട്ടരായ ഡിനു കഴിഞ്ഞ ദിവസം അവിടെ പട്ടാലിൽ വെച്ചിട്ട് ധാരാളം അർഹതപ്പെട്ടവർക്ക് വസ്ത്രവും ആഹാരവും നൽകിയെങ്കിൽ എല്ലാ ശാസ്ത്രങ്ങളും പറയുന്ന ഒന്നാണ്, എന്ത് പണിയെടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. എല്ലാ ജോലിയും എല്ലാ കർമ്മവും ഈശ്വരാർപ്പണത്തോട് ചെയ്യുക. ഒരു ജോലിയും ഒരു ജോലിയും ഒന്നിന് താഴെയോ ഒന്നിന് മുകളിലോ അല്ല. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ചിലർ പറയും, തിരുമേനിക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആവശ്യമുണ്ട്. അപ്പോൾ എന്തും ധാർമ്മികമായിട്ട് നമ്മൾ ഏതെങ്കിലും അധാർമികമായ രീതിയിൽ പെൺകുട്ടികളുടെ അടുത്തോ അല്ലെങ്കിൽ മദ്യപിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോകണില്ലല്ലോ, വേറെ ഒന്നിനും നമ്മൾ പോകണില്ല. അപ്പോൾ ധാർമ്മികമായ എന്തു ജോലി ചെയ്യുന്നതിനും ഒരു തരക്കേടില്ല.
എന്തു ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. ഒരു ജോലി ചെറുത്, ഒരു ജോലി വലുത്, അങ്ങനെയൊന്നുമില്ല. പാത്രം തയ്ക്കാൻ കുടിക്കോ കുഴപ്പമില്ല, പൂ ഒരുക്കാൻ കുടിക്കോ കുഴപ്പമില്ല. അപ്പോൾ എന്ത് ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ചിരുന്ന് ഒരു ജോലി ചെയ്യുമ്പോഴുള്ള സന്തോഷം, അത് ഷെയർ ചെയ്യാകുമ്പോൾ സന്തോഷം. എന്താ ഗുണം? അവനവൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ലോകത്തിലെ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കുന്ന അർത്ഥം. അപ്പോൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു, ചിലപ്പോൾ അത് ഷെയർ ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം കൂട്ടുകാരനോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊരു ജോലി ചെയ്യുമ്പോൾ ഈ നാട്ടിൽ നടക്കുന്നതായ സംഭവങ്ങൾ മുഴുവൻ നമുക്കറിയാൻ പറ്റും. അതിനെ പോസിറ്റീവായിക്കൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റും. നല്ല കാര്യങ്ങൾ നടക്കാൻ, ഉത്സവങ്ങൾ എവിടെയാണെന്ന് അറിയാൻ പറ്റും, പള്ളിയിൽ പെരുന്നാൾ എവിടെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാം പറയുന്നത് എന്താണ്? ലോകത്തെ സ്നേഹിക്കുക, ലോകത്തിന് നന്മ ചെയ്യുക എന്നർത്ഥം. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഭദ്രം കലയതി ഇത് ഭദ്രകാളി, ഭദ്രത്തെ നൽകാനായിക്കൊണ്ട് ദുഷ്ടതയെയും ദുഷ്ടന്മാരെയും അരിഞ്ഞു തള്ളിക്കൊണ്ട് ധർമ്മം നിലനിർത്താനായിക്കൊണ്ട് എവിടെ ദാരിശേര കിട്ടുക കരാഗ്രേ ശുച ഭൂതപ്രേത പിശാചമാതശ്രീതാമുണ്ടസൃജാലങ്കൃതാം വന്ദേ ദുഷ്ട വസൂരികാദി വിഭുതാം സംഹാരികാമീശ്വനും. എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളും മേളങ്ങളും അടക്കം, ഗുരുതി അടക്കം, ഗരുഡൻ തൂക്കം അടക്കം ഭഗവതി അനുഗ്രഹിച്ച് പുണ്യവതിയായിട്ടുണ്ട് സാത്വികമൂർത്തിയായിട്ട് തുടരുമ്പോൾ മറ്റൊരു വശത്തെയും കൂടെ ഉണ്ട്, ശൂലം ഇടിപ്പിക്കരുത് എന്നർത്ഥം. അനുഗ്രഹത്തിൻ്റെ ശക്തി തിരക്കണ്ണ് തുറക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ചന്ദ്രനും സൂര്യനുമായിരിക്കുന്നതായ രണ്ട് നയനങ്ങൾ, പകലും രാത്രിയും തെളിക്കുന്നതായ അമ്മയുടെ രണ്ട് കണ്ണുകൾ എപ്പോഴും അലർട്ടായിരിക്കട്ടെ. പകലും രാത്രിയും ആർക്കും ആമയങ്ങളില്ലാതെ എല്ലാവർക്കും ഐശ്വര്യത്തിൽ വെക്കാൻ ഭദ്രകാളി ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കല എത്ര ശേതേ ഇതി കലശഹ, കല എവിടെ ഇവിടെ ഒരു കലശക്കൂടെ ആവണുള്ളൂ. ബാക്കി ഇതിലേക്ക് ആവാഹിക്കുമ്പം മാത്രമേ കലശമാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു കലശക്കുടന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ വെറും കുടന്ന് പറയുക. അപ്പം മൃത്തികേത്തേവ സത്യം. സംസ്കാര ചടങ്ങുകളിലൊക്കെ എല്ലാവർക്കും അറിയാം, ഒരു കുട എറിയുന്നുണ്ട്. മൃത്തികേത്തേവ സത്യം, മണ്ണ് മാത്രമേ സത്യമുള്ളൂ. ആ മണ്ണിലേക്ക് തന്നെ പോയേ പറ്റുള്ളൂ. അതിപ്പോൾ ദഹനമായാലും കുഴിച്ച് എന്ത് തന്നെയായാലും. അപ്പോൾ ഭൂമിദേവി അമ്മയാണ് ക്ഷമ, ധരിത്രി, ക്ഷിതി, ക്ഷോണി. ഗുരുവായൂരപ്പൻ്റെ ഒരു വശത്തുള്ളതായ പത്നി ഭൂമിദേവി, ഒരു വശത്ത് ലക്ഷ്മി ദേവി. അപ്പോൾ ക്ഷമയില്ലാത്തവരെ എവിടെയും പരാജയപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ ക്ഷമ നൽകാൻ, ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ സാധിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.